ഒരുപാട് ആളുകൾക്ക് ഓംബുഡ്സ്മാനായിട്ട് എങ്ങനെ ബന്ധപ്പെടണം, ഏത് രീതിയിലുള്ള പരാതികളാണ് ഓംബുഡ്സ്മാൻ്റെ പരിധിയിൽ വരുന്നത്? ഞാൻ AC നായർ, സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ഓംബുഡ്സ്മാനാണ്. ഇന്ന കാര്യങ്ങൾ ഇത്ര ദിവസത്തിനകം പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പെനാൽറ്റി, ഇത്ര രൂപ പെനാൽറ്റി, അല്ലെങ്കിൽ ഇത്ര ശതമാനം പെനാൽറ്റി, അല്ലെങ്കിൽ ഇത്ര രൂപ പെനാൽറ്റി എന്നുള്ളതൊക്കെ നിഷ്കർഷിക്കുന്നു. ആ റിപ്പോർട്ടിൽ മീറ്റർ പ്രവർത്തിക്കുന്നത് ശരിയായിരുന്നു എന്ന് വന്നാൽ ആരെ കുറ്റപ്പെടുത്തുക? പിന്നെ റീകണക്ട് ചെയ്യാൻ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം റീകണക്ട് ചെയ്യണമെന്നാണ് നിയമം പറയുന്നത്. എത്ര ദിവസത്തിനകം പവർ സപ്ലൈ ആപ്ലിക്കേഷൻ കൊടുത്താൽ എത്ര ദിവസത്തിനകം കിട്ടണം? ഒരു മീറ്റർ മാറ്റി വയ്ക്കാൻ മതി എത്ര ദിവസത്തിനകം കൊടുക്കണം? ഒരു ബില്ലിൽ തെറ്റുണ്ടാക്കി കഴിഞ്ഞാൽ എത്ര ദിവസത്തിനകം അത് പരിഹരിക്കപ്പെടണം? അല്ലെങ്കിൽ മീറ്റർ കേടായാൽ എത്ര ദിവസത്തിനകം മാറ്റി വയ്ക്കണം? CGRFൻ്റെ ഓർഡറിൻ്റെ കോപ്പിയും CGRFന് കൊടുത്ത പരാതിയും വേറെ എന്തെങ്കിലും അധികം സമർപ്പിക്കാനുള്ള രേഖകളും ഉണ്ടെങ്കിൽ അതുൾപ്പെടെ ഓംബുഡ്സ്മാന് പരാതി സമർപ്പിക്കാവും. ലേറ്റസ്റ്റ് ആയിട്ട് വന്ന നിയമപ്രകാരം ഒരു ഉപഭോക്താവിൻ്റെ പ്രതിനിധിയും കൂടെ അതിലുണ്ടാവും. അപ്പം അതൊന്ന്. അവിടെ തർക്കം പരിഹരിക്കപ്പെടാതെ വന്നാൽ അടുത്ത അപ്പീൽ അധികാരിയാണ് ഓംബുഡ്സ്മാൻ. മറ്റ് ഉപഭോക്തൃ മേഖലകളിൽ എന്ന പോലെ തന്നെ വൈദ്യുത മേഖലയിലും സമയബന്ധിതമായി ഈ ഉപഭോക്താക്കളുടെ തർക്കങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള സംവിധാനം ഉണ്ടാകണം എന്ന് പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുണ്ട്. നന്മ 24 ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് KSEBയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാതികൾ ഉണ്ടാകാറുണ്ടല്ലോ. ആ പരാതിയിന്മേൽ നമ്മൾ KSEBയിൽ പരാതിപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ചില കേസുകൾ കോടതിയെ സമീപിക്കാറുണ്ട്. പക്ഷേ KSEB അതുപോലെ തന്നെ ബാങ്കിങ് മേഖലയിലൊക്കെ ഓംബുഡ്സ്മാൻ ഉണ്ട് എന്ന് നമുക്കറിയാം. KSEBയുടെ ഓംബുഡ്സ്മാൻ AC നായർ സാറാണ് നമ്മുടെ കൂടെ ചേരുന്നത്. എന്തൊക്കെയാണ് KSEBയുടെ ഓംബുഡ്സ്മാൻ്റെ പരിധിയിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. നമസ്കാരം. നന്മ 24 ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ AC നായർ, സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ഓംബുഡ്സ്മാനാണ്. അപ്പോൾ ഈ സാധാരണ എല്ലാ തലങ്ങളിലും ഓംബുഡ്സ്മാനുണ്ട്. ഇപ്പോൾ ബാങ്കിങ് ഓംബുഡ്സ്മാനുണ്ട്, ഇപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ഓംബുഡ്സ്മാനുണ്ട്, തദ്ദേശ സ്വയംഭരണ ഓംബുഡ്സ്മാനുണ്ട്. അങ്ങനെ ഇലക്ട്രിസിറ്റി കൺസ്യൂമേഴ്സിൻ്റെ, ഇലക്ട്രിസിറ്റി ഉപഭോക്താക്കളുടെ തർക്കം സമയബന്ധിതമായി പരിഹരിക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് ഈ ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. ശരിക്കും ഈ ഓംബുഡ്സ്മാൻ എന്ന വാക്ക് രൂപപ്പെട്ടിരിക്കുന്നത് സ്വീഡിഷ് ഭാഷയിൽ നിന്നാണ്. ഈ സ്വീഡിഷ് ഭാഷയിൽ പണ്ട് രാജഭരണകാലത്ത് ഈ രാജാവ് നാട്ടിലില്ലാതെ അദ്ദേഹം മറ്റ് വിദേശ പര്യടനത്തിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട് പരിഹാരം കാണുന്നതിന് വേണ്ടി ഒരു പ്രതിനിധി, രാജാവിൻ്റെയും ജനങ്ങളുടെ പരാതി കേൾക്കുന്നതിനുള്ള ഒരു പ്രതിനിധിയായിട്ട് ഒരാളെ പോസ്റ്റ് ചെയ്തിരുന്നു. അതിന് ഓംബുത് മധേർ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് എന്തായിരുന്നു പറയാമോ? ഓംബുത് മധേർ. ശരി, അത് ആ ഭാഷയിൽ അതിൽ നിന്നാണ് ശരിക്ക് ഈ ഓംബുഡ്സ്മാൻ എന്ന വാക്ക് രൂപപ്പെട്ടത്. അപ്പം ശരിക്കും അത് ഈ ഓംബുഡ്സ്മാൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ജനകീയ തർക്ക പരിഹാര സംവിധാനങ്ങൾ ഈ സ്വീഡനിലും മറ്റുമൊക്കെ 1900 തൊട്ട് തന്നെ പ്രാവർത്തികമായി വന്നു. ഇന്ത്യയിലും ഏകദേശം 1960 മുതൽ ഈ ഇങ്ങനെയുള്ള പല മേഖലകളിലും ഇങ്ങനെ ഒരു ഓംബുഡ്സ്മാൻ എന്ന സംവിധാനം നിലവിൽ വന്നു. അപ്പോൾ ഇതിന് പ്രധാനമായിട്ടും ഇന്ത്യയിൽ അത് പൂർണ്ണമായും നിലവിൽ വന്നത് 2003 നടപ്പിൽ വന്ന ഇലക്ട്രിസിറ്റി ആക്ടിൻ്റെ പരിധിയിലാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റി ആക്ട് 2001 ഇലക്ട്രിസിറ്റി ബില്ല് അവതരിപ്പിക്കും. 2003 അത് നിയമമായി പാർലമെൻറ്റ് പാസ്സാക്കി ഇലക്ട്രിസിറ്റി ആക്റ്റായിട്ട് വന്നു. അപ്പോൾ ആ ഇലക്ട്രിസിറ്റി ആക്റ്റിൽ ഈ സമയബന്ധിതമായി മറ്റ് ഉപഭോക്തൃ മേഖലകളിൽ എന്ന പോലെ തന്നെ വൈദ്യുത മേഖലയിലും സമയബന്ധിതമായി ഈ ഉപഭോക്താക്കളുടെ തർക്കങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള സംവിധാനം ഉണ്ടാകണം എന്ന് പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുണ്ട്. അതിൽ 2 തലത്തിലാണ് ഈ നിഷ്പക്ഷമായ ഒരു സംവിധാനം ഉള്ളത്. ഒന്ന് കൺസ്യൂമർ ഗ്രീവൻസ് റിഡ്രസൽ ഫോറം എന്ന് പറയും. ഈ കൺസ്യൂമർ ഗ്രീവൻസ് റിഡ്രസൽ ഫോറം എന്ന് പറയുന്നത് ലൈസൻസികൾ തന്നെ അപ്പോയിൻ്റ് ചെയ്യുന്ന, ലൈസൻസിയും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷനും കൂടെ ചേർന്ന് അപ്പോയിൻ്റ് ചെയ്യുന്ന ഒരു 4 അംഗങ്ങളടക്കുന്ന ഒരു ഫോറമാണ്. അതിൽ ചെയർമാൻ ഒരു ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ആയിരിക്കും, ഒരു ടെക്നിക്കൽ മെമ്പർ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉണ്ടാവും, പിന്നെ ഒരു വക്കീലിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് റെഗുലേറ്ററി കമ്മീഷനാണ്. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന നിയമപ്രകാരം ഒരു ഉപഭോക്താവിൻ്റെ പ്രതിനിധിയും കൂടെ അതിലുണ്ടാവും. അപ്പം അതൊന്ന്. അവിടെ തർക്കം പരിഹരിക്കപ്പെടാതെ വന്നാൽ അടുത്ത അപ്പീൽ അധികാരിയാണ് ഓംബുഡ്സ്മാൻ. അപ്പോൾ അപ്പീൽ നൽകേണ്ടത് ഓംബുഡ്സ്മാനാണ് ഈ തർക്കങ്ങൾ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ. ശരി,
എങ്ങനെയാണ് ഈ ഓംബുഡ്സ്മാൻ ഇപ്പം ഞാൻ ആദ്യം തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ആളുകൾക്ക് ഓംബുഡ്സ്മാനായിട്ട് എങ്ങനെ ബന്ധപ്പെടണം, ഏത് രീതിയിലുള്ള പരാതികളാണ് ഓംബുഡ്സ്മാൻ്റെ പരിധിയിൽ വരുന്നത്? അപ്പോൾ ഈ ആദ്യം ഓംബുഡ്സ്മാന് നേരിട്ട് കൺസ്യൂമറിൽ നിന്ന് പരാതി മറ്റിതര ഓംബുഡ്സ്മാനെ പോലെ നേരിട്ട് പരാതികൾ കേൾക്കാൻ പാടില്ല എന്നുള്ളതാണ് ആക്റ്റിൽ പറയുന്നത്. അങ്ങനെയാണ്. അപ്പം ആദ്യം ഈ പരാതികൾ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയോ മറ്റ് ലൈസൻസുകൾ എന്ന് പറയുമ്പോൾ കേരളത്തിൽ റെഗുലേറ്ററി കമ്മീഷൻ, ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ലൈസൻസ് കൊടുത്തുള്ള 10 ലൈസൻസുകളുണ്ട്. ഏറ്റവും പ്രധാനം ഇലക്ട്രിസിറ്റി ബോർഡാണ്. കാരണം ഇലക്ട്രിസിറ്റി ബോർഡിലാണ് ഏകദേശം 1,40,00,000 മേൽ കൺസ്യൂമേഴ്സ് ഉള്ളത്. പിന്നെ തൃശ്ശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ ഉണ്ട്, പിന്നെ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ഉണ്ട്, ടെക്നോ പാർക്കുണ്ട്, സ്മാർട്ട് സിറ്റി ഉണ്ട്, ഇൻഫോ പാർക്കുണ്ട്, കണ്ണൻ ദേവൻ്റെ പ്ലാന്റേഷൻ, അങ്ങനെ ഏകദേശം 10ഓളം ലൈസൻസുകളാണുള്ളത്. അപ്പോൾ അവർ ഓരോ ലൈസൻസിയും ഒരു CGRF ഉണ്ടാക്കണമെന്നുണ്ട്. അപ്പോൾ ഈ ലൈസൻസിയുടെ തലത്തിൽ നിന്ന് അവർ തമ്മിലുള്ള ഈ കൺസ്യൂമറും ആ ലൈസൻസും തമ്മിലുള്ള തർക്കം പരിഹരിക്കപ്പെടാതെ വരുമ്പോൾ ഇവർ ഈ കൺസ്യൂമർ ഫോറത്തിനെ പിന്നെ അപ്രോച്ച് ചെയ്യുന്നു, കൺസ്യൂമർ ഫോറത്തിനെ സമീപിക്കുന്നു. അപ്പോൾ കൺസ്യൂമർ ഫോറത്തിന് ഒരു ഫോമുണ്ട്, ഒരു ഫോം A പ്രകാരം ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയും തനിക്കുള്ള ആവലാതികൾ എന്താണെന്ന് ബോധിപ്പിക്കാനുള്ള ഒരു അപേക്ഷയോടുകൂടി സമർപ്പിച്ചാൽ മതി. അപ്പോൾ അത് അവർ CGRF അത് നോക്കിയതിന് ശേഷം ഉടനെ തന്നെ, സാറിന് ഏകദേശം കോടതിയുടെ പ്രൊസീജിയർ പോലെ തന്നെയാണ്, അവരുടനെ എതിർകക്ഷിക്ക് സത്യവാങ്മൂലം ഫയൽ ചെയ്യാനുള്ള സമയം കൊടുക്കും. അതിന് 15 ദിവസം സമയം കൊടുക്കുക. ആ 15 ദിവസത്തിനകം അവർ സത്യവാങ്മൂലം കൊടുക്കണം. ഇനി പിന്നെ വാദങ്ങളുണ്ടെങ്കിൽ വീണ്ടും പരാതിക്കാരന് ഒരു 7 ദിവസത്തെ സമയം കൂടെ കൊടുക്കും. എതിർവാദങ്ങളുണ്ടെങ്കിൽ അത് സമർപ്പിക്കാനുള്ള സമയം കൊടുക്കും. അതെല്ലാം ഈ ഫോറം പരിശോധിച്ചിട്ട് സാങ്കേതികമായ ഒരു പരിശോധന ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ഇവരൊരു സാങ്കേതിക പരിശോധന നടത്തിയിട്ട് മുൻകൂട്ടി അറിയിച്ചിട്ടുള്ള ഒരു തീയതിയിൽ 2 കക്ഷികളുടെയുമുള്ള വാദം കേൾക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാം. അപ്പോൾ വാദങ്ങൾ കക്ഷികൾക്ക് നേരിട്ട് പങ്കെടുക്കാം, കക്ഷികളുടെ പ്രതിനിധികൾക്ക് പങ്കെടുക്കാം, അല്ലെങ്കിൽ വക്കീലന്മാർക്ക് പങ്കെടുക്കാം, ആർക്ക് വേണോ പങ്കെടുക്കാം. അപ്പോൾ ആ വാദവും കേട്ടതിന് ശേഷം ഈ CGRF ഒരു ഓർഡർ ഇറക്കും. ആ ഓർഡർ പരാതി കിട്ടി 2 മാസത്തിനകം ഇറക്കണമെന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സമയബന്ധിതമായിട്ടുള്ള സംവിധാനമാണ്. അപ്പോൾ ഈ 2 മാസത്തിനകം ഇറക്കുന്ന ഓർഡറിൽ ഉപഭോക്താവ് തൃപ്തനല്ലെങ്കിൽ അതിന് അപ്പീൽ ഫയൽ ചെയ്യാം. ആ അപ്പീൽ ഫയൽ ചെയ്യുന്നത് ഓംബുഡ്സ്മാൻ്റെ അടുത്താണ്. അപ്പോൾ അത് അവിടെയാണ് ഓംബുഡ്സ്മാൻ്റെ. അപ്പോൾ 30 ദിവസത്തിനകം ഈ ഓംബുഡ്സ്മാന് പരാതി ഫയൽ ചെയ്യണം. അപ്പോൾ അതിൽ ഫോം B എന്ന് പറയുന്ന കുറച്ച് ചെറിയ ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിൽ CGRFൻ്റെ ഓർഡറിൻ്റെ കോപ്പിയും CGRFന് കൊടുത്ത പരാതിയും വേറെ എന്തെങ്കിലും അധികം സമർപ്പിക്കാനുള്ള രേഖകളും ഉണ്ടെങ്കിൽ അതുൾപ്പെടെ ഓംബുഡ്സ്മാന് പരാതി സമർപ്പിക്കാവുന്നതാണ്. ശരി. എത്ര ദിവസം വന്നിട്ട് ഓംബുഡ്സ്മാൻ്റെ പരിധിയിൽ വന്നു കഴിഞ്ഞാൽ എത്ര ദിവസം? ഓംബുഡ്സ്മാൻ്റെ പരിധിയിൽ വന്നാൽ പരമാവധി 3 മാസത്തിനകം ഇതിനൊരു ഓർഡർ ഇറക്കണമെന്നാണ് ഉത്തരവിറക്കണം. അപ്പം 3 മാസത്തിനകം തന്നെ ഇതിന് ഓർഡർ ഇറക്കണം. അപ്പോൾ അതിൽ ഈ ഓംബുഡ്സ്മാന് കിട്ടുമ്പോഴും നേരത്തെ പറഞ്ഞ ഈ കോടതി പ്രൊസീജിയർ പോലെ തന്നെ കിട്ടുന്ന പരാതി പരിശോധിച്ചതിന് ശേഷം എതിർകക്ഷി എന്ന് പറയുമ്പോൾ SEB ആണെങ്കിൽ അതിൻ്റെ എഞ്ചിനീയേഴ്സ് ആയിരിക്കും, അവരോട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട് ഫയൽ ചെയ്യാൻ പറയും. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട് ഫയൽ ചെയ്തതിന് ശേഷം അത് പരിശോധിച്ചിട്ട് വീണ്ടും കക്ഷിക്ക് അതിലെന്തെങ്കിലും ആക്ഷേപങ്ങൾ ഉന്നയിക്കാനുണ്ടെങ്കിൽ, എതിർ പോയിന്റുകൾ പറയാനുണ്ടെങ്കിൽ അത് പറയാൻ വീണ്ടും ഒരു 7 ദിവസത്തെ സമയം കൊടുക്കും. അത് കഴിഞ്ഞ് അവിടെയും ഒരു സാങ്കേതിക പരിശോധന ആവശ്യമാണെങ്കിൽ എന്ന് ഓംബുഡ്സ്മാന് ബോധ്യമാണെങ്കിൽ ഒരു പരിശോധന നടത്താം. പരിശോധന നടത്തിയിട്ട് മുൻകൂട്ടി അറിയിക്കുന്ന ഒരു തീയതിയിൽ വാദം കേൾക്കലുണ്ടാവും. ഈ വാദം കേൾക്കൽ പിന്നെ നടത്തി കഴിഞ്ഞാൽ അവിടെ അത് നേരത്തെ പറഞ്ഞ പോലെ കക്ഷികൾക്ക് തന്നെ പങ്കെടുക്കാം, അല്ലെങ്കിൽ പ്രതിനിധികൾക്ക് പങ്കെടുക്കാം, അല്ലെങ്കിൽ വക്കീലന്മാർക്ക് പങ്കെടുക്കാം. അപ്പോൾ ആ വാദം കേൾക്കലും കഴിഞ്ഞിട്ടാണ് ഓംബുഡ്സ്മാൻ ഉത്തരവ് ഇറക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിന്നിരിക്കട്ടെ, അത് കഴിഞ്ഞാൽ അതിനകത്തും തൃപ്തരല്ല എന്നിരിക്കട്ടെ, വീണ്ടും അപ്പോൾ ഈ ഉത്തരവിൽ തൃപ്തരല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഓംബുഡ്സ്മാന് തന്നെ ഒരു പുനഃപരിശോധനാ ഹർജി നൽകാം, റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യാം. റിവ്യൂ പെറ്റീഷൻ നടക്കുമ്പം ഈ ഓംബുഡ്സ്മാൻ്റെ ഓർഡർ ഇറങ്ങി 15 ദിവസത്തിനകം റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യണം. അപ്പോൾ ഈ റിവ്യൂ പെറ്റീഷൻ പരിഗണിക്കാൻ ഉള്ള ചില വസ്തുതകളുണ്ട്, അല്ലെങ്കിൽ അതിന് ഏതൊക്കെ രീതിയിൽ അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങളാൽ ഈ പുനഃപരിശോധന ഹർജി പരിഗണിക്കാം എന്നുള്ളതുണ്ട്. ഒന്ന്, എന്തെങ്കിലും വസ്തുനിഷ്ഠാപരമായ തെറ്റുകൾ ഈ ഓർഡറിലുണ്ടെങ്കിൽ, തെറ്റ് പറ്റിയിട്ടുണ്ട് ഒന്ന്. 2, ചില വസ്തുതകൾ നമ്മൾ ഈ ഓർഡർ പിന്നെ ഇറക്കുന്ന സമയത്ത് പരിഗണിക്കപ്പെടാതെ പോയി, എന്നാൽ അത് ഇതിന് ആവശ്യമായ ചില വസ്തുതകളാണ് എന്ന് ബോധ്യപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ ചില നിയമങ്ങളോ ചട്ടങ്ങളോ അന്ന് ഇത് പരിഗണിച്ചില്ല ഈ ഓർഡർ ഇറക്കുമ്പോൾ, പക്ഷേ പിന്നീട്
ഈ ചട്ടങ്ങൾ ഇതിന് പിന്നെ അത്യാവശ്യമാണ്, പരിഗണിക്കേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ഈ കാര്യങ്ങളാൽ ഈ ഒരു ഹർജി പുനഃപരിശോധിക്കാൻ ഓംബുഡ്സ്മാന് ശരി. ഇപ്പോൾ ഓംബുഡ്സ്മാൻ്റെ അടുത്ത് വന്നു, അതിനുശേഷം മറ്റെന്തെങ്കിലും ഇപ്പം നിയമപരമായിട്ട് കോടതിയൊക്കെ സമീപിക്കാൻ വഴികളുണ്ടെങ്കിലും വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ? ഇപ്പോൾ ഓംബുഡ്സ്മാൻ്റെ അടുത്ത് 1-2 പ്രാവശ്യം വന്നു, അതിനുശേഷം എന്താ? അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ ഈ ഓംബുഡ്സ്മാൻ്റെ റെഗുലേറ്ററി കമ്മീഷൻ പോലുള്ള പിന്നെ സ്ഥാപനങ്ങൾ ഇറക്കുന്ന ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് അപ്പീൽ ഫയൽ ചെയ്യാൻ കേരള സ്റ്റേറ്റ് സെൻട്രൽ ഇലക്ട്രിസിറ്റി അപ്പലേറ്റ് ട്രിബ്യൂണൽ ഉണ്ട്. അവിടെയാണ് ശരിക്കും ഫയൽ ചെയ്യുന്നത്. വീണ്ടും കൊടുക്കാൻ സെൻട്രൽ ഇലക്ട്രിസിറ്റി അപ്പലേറ്റ് ട്രിബ്യൂണൽ. അവിടെ വേണമെങ്കിൽ ഇവർക്ക് പരാതിക്കാരന് വീണ്ടും അപ്പലേറ്റ് ട്രിബ്യൂണലിനെ സമീപിക്കാം. പക്ഷേ പിന്നെ ചിലർ മറ്റ് സിവിൽ കോടതികളെയൊക്കെ പോകുന്നുണ്ട്. പക്ഷെ അത് പിന്നെ അപ്പീലായിട്ട് ഫയൽ ചെയ്യാൻ പറ്റില്ല. അപ്പീലായിട്ട് ഫയൽ ചെയ്യാൻ. ഏതൊക്കെ പരാതികളാണ് ഓംബുഡ്സ്മാന് ഇപ്പം സാധാരണഗതിയിൽ വരുന്നത്? ഈ ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരം പിന്നെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനമാണ് ഓരോ സ്റ്റേറ്റിനുമുള്ള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ. ശരി. ഈ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന് ആ സ്റ്റേറ്റിന് വേണ്ട ചട്ടങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം ആക്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആക്ട് പ്രകാരം റെഗുലേറ്ററി കമ്മീഷൻ സ്ഥാപിതമായാൽ അവിടെ ഓരോ ലൈസൻസിയും പാലിക്കേണ്ട നിബന്ധനകൾ എന്താണ്, അതായത് ഒരു എത്ര ദിവസത്തിനകം പവർ സപ്ലൈ ആപ്ലിക്കേഷൻ കൊടുത്താൽ എത്ര ദിവസത്തിനകം കിട്ടണം, ഒരു മീറ്റർ മാറ്റി വയ്ക്കാൻ മതി എത്ര ദിവസത്തിനകം കൊടുക്കണം, ഒരു പിന്നെ ഒരു ബില്ലിൽ തെറ്റുണ്ടാക്കി കഴിഞ്ഞാൽ എത്ര ദിവസത്തിനകം അത് പരിഹരിക്കപ്പെടണം, അല്ലെങ്കിൽ മീറ്റർ കേടായാൽ എത്ര ദിവസത്തിനകം മാറ്റി വയ്ക്കണം. ഇങ്ങനെയുള്ളത് വളരെ വളരെ കൃത്യമായി നിഷ്കർഷിച്ചിരിക്കുന്ന കേരളത്തിൻ്റെ ഒരു ചട്ടങ്ങളുടെ ഒരു ഇതാണ് കേരള ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ്. 2014 അത് ഇറക്കി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അമെൻമെൻ്റ് ഒക്കെ വരുന്നുണ്ട്. അതിൽ വളരെ കൃത്യമായിട്ട് പരാമർശിക്കപ്പെടുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇന്ന കാര്യങ്ങൾ ഇത്ര ദിവസത്തിനകം പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പെനാൽറ്റി, ഇത്ര രൂപ പെനാൽറ്റി, അല്ലെങ്കിൽ ഇത്ര ശതമാനം പെനാൽറ്റി, അല്ലെങ്കിൽ ഇത്ര രൂപ പെനാൽറ്റി എന്നുള്ളതൊക്കെ നിഷ്കർഷിക്കുന്നു. അപ്പോൾ ഇതൊക്കെ പിന്നെ ഇതിനെ ആശ്രയിച്ചാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റി ആക്ട്, ഈ സപ്ലൈ കോഡ്, പിന്നെ സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേഷൻസ്, ഇതിനെയൊക്കെ ആസ്പദമാക്കിയാണ് നമ്മൾ ഇതിനെ പരിശോധിച്ചിട്ട് എത്രത്തോളം ഈ കൺസ്യൂമർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ സർവീസ് കിട്ടിയിട്ടില്ല എന്ന് ബോധ്യപ്പെടുന്നതനുസരിച്ചാണ് നമ്മൾ ഉത്തരവിറക്കുന്നത്. ശരി. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ സാധാരണ വരുന്നത് ഒന്ന് ഈ സർവീസിൻ്റെ അപര്യാപ്തത, 2 ഈ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്, വെച്ചാൽ മോശമായിട്ടുള്ള ചില രീതിയിലുള്ള പെരുമാറ്റങ്ങളും മറ്റുമൊക്കെ, പിന്നെ തെറ്റായ ഡിസ്കണക്ഷൻ, തെറ്റായ താരിഫ് അപ്ലൈ ചെയ്യുക, ശരിക്കും അവർക്ക് അർഹതയുള്ള താരിഫ് അല്ലാത്ത മറ്റ് താരിഫുകൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾക്കെല്ലാം ഈ തർക്കപരിഹാര സംവിധാനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. പക്ഷേ പിന്നെ ഇതിൽ ഒന്ന് മാത്രം ഓംബുഡ്സ്മാൻ്റെ പരിധിയിൽ വരുന്നതല്ല. അതായത് മോഷണം, ഇലക്ട്രിസിറ്റി മോഷണം. ഇലക്ട്രിസിറ്റി ആക്ട് 126 സെക്ഷൻ 126 പ്രകാരമാണ് മോഷണം വരുന്നത്. ഈ മോഷണത്തിന് വേറൊരു സംവിധാനമുണ്ട്. അതായത് അപ്പലേറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് ഓരോ സ്റ്റേറ്റിനും ഒരു അപ്പലേറ്റ് അതോറിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ ഈ മോഷണത്തിനൊരു ഡിമാൻഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ശരിക്ക് കൺസ്യൂമർ പിന്നെ ആശ്രയിക്കേണ്ടത് ഈ അപ്പലേറ്റ് അതോറിറ്റിയാണ്. അത് വേറെ സംവിധാനം. ബാക്കി എല്ലാ പരാതികളും ഈ പറഞ്ഞ സംവിധാനത്തിലൂടെ ഓംബുഡ്സ്മാന്റെ അടുത്തെത്തും, എത്തിക്കാം. പിന്നെ മറ്റൊന്ന്, ഈ എല്ലാവർക്കും ഒരു സംശയമുള്ള ഓംബുഡ്സ്മാൻ എവിടെയാണ്? സാധാരണ മിക്ക ഓഫീസുകളും തിരുവനന്തപുരം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ്. എവിടെയാണ് ഇതിൻ്റെ ആസ്ഥാന ഓഫീസ്? അപ്പോൾ ഈ ഓംബുഡ്സ്മാൻ്റെ ജൂറിസ്ഡിക്ഷൻ, അതായത് പരിധി എന്ന് പറഞ്ഞാൽ കേരള സംസ്ഥാനം മുഴുവനാണ്. പക്ഷേ അപ്പോൾ ഈ പിന്നെ ഈ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ഉപഭോക്താവിന് എത്തത്തക്ക രീതിയിൽ കേരളത്തിൻ്റെ മധ്യഭാഗമായ എറണാകുളത്താണ് ഓംബുഡ്സ്മാൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളെ സൗത്തിൽ പിന്നെ ദർബാർ ഹാൾ റോഡിൻ്റെ രാജേന്ദ്ര മൈതാനത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് മഹാത്മാഗാന്ധിക്ക് പ്രതിമയുടെ തൊട്ടടുത്തായിട്ടാണ് ഓംബുഡ്സ്മാൻ്റെ ഓഫീസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പേർക്കും പെട്ടെന്ന് എത്താനും അവിടെ വന്നിട്ട് ഈ പരാതികൾ സമർപ്പിക്കാനോ ഹിയറിങ്ങിന് വിളിക്കുമ്പോൾ വരാനോ ഒക്കെ സൗകര്യപ്രദം. അപ്പം ഏത് ജില്ലയിലുള്ളവരും ഇപ്പം പരാതികൾ സമർപ്പിക്കാൻ വേണ്ടത് ഇവിടെയാണ്. അത് ഒന്നുകിൽ ഓൺലൈനിൽ സമർപ്പിക്കാം, അല്ലെങ്കിൽ പോസ്റ്റിൽ അയക്കാം, അല്ലെങ്കിൽ നേരിട്ട് കൊണ്ട് സമർപ്പിക്കാം. പക്ഷേ പിന്നെ സിറ്റിംഗ് എങ്ങനെ? ഈ സിറ്റിംഗ് സാധാരണ ഈ മിക്കവാറും
ഒരു 2-3 കേസൊക്കെ ഓരോ ജില്ലകളിൽ അടുത്തുള്ള ജില്ലകളിലുണ്ടെങ്കിൽ സാധാരണ ഞാൻ കോഴിക്കോടും മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, അതുപോലെ കോട്ടയം, തിരുവനന്തപുരമൊക്കെ പോയി സിറ്റിംഗ് നടത്താറുണ്ട്. പക്ഷെ ഒരു കേസിന് വേണ്ടി നമ്മൾ അങ്ങോട്ടും പോകുന്ന ഇപ്പോൾ 2 ദിവസത്തെ യാത്രയും മറ്റു കാര്യങ്ങളുണ്ട്. 2-3 കേസ് ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ ഞാൻ അവിടെ പോയി സിറ്റിംഗ് നടത്തി അവർക്ക് സൗകര്യപ്രദമായിരുന്നു. അതായത് കൺസ്യൂമർക്ക് സൗകര്യം, നമ്മൾ ഈ കൺസ്യൂമറുടെ സൗകര്യപ്രദം കൂടുതൽ അങ്ങോട്ട് അവരെ അടുത്തെത്തി അവരെ തർക്കം പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മൾ അവരുടെ പ്രശ്നം എന്താണെന്നുള്ളത് നേരിട്ട് മനസ്സിലാക്കി അത് പരിഹരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അവിടെ പോകുമ്പോൾ അവരുടെ ഈ പരാതിക്ക് ആസ്പദമായുള്ള കാര്യങ്ങൾ നമുക്ക് നേരിട്ട് സൈറ്റിൽ പോയി പരിശോധിക്കാനും അത് എത്രത്തോളം യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനും ഒക്കെ ഉള്ളൊരു അവസരം ഉണ്ടാകും. അങ്ങനെ മറ്റ് ജില്ലകളിലും കേസിൻ്റെ എണ്ണത്തിനനുസരിച്ച് പോയി സിറ്റിംഗ് നടത്താറുണ്ട്. ശരി. പിന്നെ ഈ ലൈസൻസ് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഇൻഫോ പാർക്ക്, സ്മാർട്ട് സിറ്റി അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം KSEB സപ്ലൈ ഇപ്പം അവർ വിതരണം നടത്താൻ KSEBക്കും അതേപോലെ തന്നെ ഇപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ലൈസൻസ് ഉള്ള ആളുകൾക്ക് മാത്രമല്ലേ ഉള്ളൂ. അത് സാധാരണ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഏരിയയിലുള്ള ഒരു സംവിധാനം കംപ്ലീറ്റ് ഒരു പ്രത്യേക മേഖലയായിട്ട് ഡിക്ലെയർ ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മൾ സ്പെഷ്യൽ എക്കണോമിക് സോൺ പോലെ, അല്ലെങ്കിൽ സ്മാർട്ട് സിറ്റി പോലെ, അല്ലെങ്കിൽ ഈ ഇൻഫോ പാർക്ക് പോലെ, അല്ലെങ്കിൽ ടെക്നോ പാർക്ക് പോലെ ഉള്ളൊരു പ്രത്യേക മേഖലയായിട്ട് രൂപീകരിക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് ഉപഭോക്താക്കൾ മറ്റു വരും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും KSEBയുടെ കണക്ഷൻ അവിടെ എത്തിക്കുക എന്നുള്ളത് പ്രായോഗികമല്ലാത്തത് കൊണ്ട് തന്നെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്ന എൻറ്റിറ്റി ആരാണോ അവർ തന്നെ ഒരു ലൈസൻസിങ് അപ്ലൈ ചെയ്യും. അപ്പോൾ അവർ ബൾക്കായിട്ട് KSEBയിൽ നിന്ന് പവർ സപ്ലൈ സ്വീകരിക്കുകയും അവരുടെ കൺസ്യൂമേഴ്സിന് ഏത് വോൾട്ടേജ് ലെവലിലാണോ അവർക്ക് സപ്ലൈ വേണ്ടത് ആ വോൾട്ടേജ് ലെവലിൽ ഇവർക്ക് സപ്ലൈ കൊടുക്കുകയും ചെയ്യുന്നു. പക്ഷേ അവരുടെയും നിയന്ത്രണങ്ങളെല്ലാം റെഗുലേറ്ററി കമ്മീഷൻ പുറപ്പെടുവിക്കുന്ന ചട്ടങ്ങൾക്ക് വിധേയമായി തന്നെ ആയിരിക്കണം. അതല്ലെങ്കിൽ അവർക്ക് ലൈസൻസ് ക്യാൻസൽ ചെയ്യാനുള്ള കമ്മീഷൻ ലൈസൻസ് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരമുണ്ട്. അതായത് KSEBയുടെ സപ്ലൈ ഇപ്പം 66 kV അല്ലെങ്കിൽ 110 kV ലൈൻ എടുക്കുന്നു. അത് കഴിഞ്ഞാൽ അവിടെയുള്ള കമ്പനികൾക്ക് ഇപ്പം ഇൻഫോ പാർക്ക് പോലെയുള്ള വൻകിട കമ്പനികളുണ്ട്, അതുപോലെ തന്നെ ലുലുവിൻ്റെ ടവറുണ്ട്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് പവർ വേണ്ടി. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെയുള്ള ലൈസൻസുകളാണ് അവർക്ക് പവർ കൊടുക്കുന്നത്. ഇപ്പോൾ ടെക്നോ പാർക്കിന് വേണ്ടി വലിയ ഒരു 220 kV സബ്സ്റ്റേഷൻ നമ്മൾ ഹൈവേയുടെ സൈഡിൽ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ നിന്നുള്ള ഒരുപാട് ഫീഡറാണ് ടെക്നോ പാർക്കിൻ്റെ മെയിൻ സപ്ലൈ കൊടുക്കുന്നത്. ആ മെയിൻ സപ്ലൈ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും പല എൻറ്റിറ്റികൾക്കായിട്ട്. അവിടെ വർക്ക് ചെയ്യുന്ന പല സോഫ്റ്റ്വെയർ കമ്പനികൾക്കും മറ്റുമായിട്ട് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അവരെല്ലാം ഇവരുടെ കൺസ്യൂമറാണ്. അപ്പോൾ ആ കൺസ്യൂമർക്ക് അവർ ബില്ല് ചെയ്യുന്നത് ഈ ടെക്നോ പാർക്കാണ് അവരെ ബില്ല് ചെയ്യുന്നത്. പക്ഷേ ടെക്നോ പാർക്കിന് KSEB ബില്ല് ചെയ്യും. അപ്പോൾ അതൊരു ലൈസൻസിയാണ്. ആ ലൈസൻസ് എല്ലാവരും റെഗുലേറ്ററി കമ്മീഷൻ്റെ ചട്ടങ്ങളെല്ലാം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ശരി. ഇപ്പം റെഗുലേറ്ററി കമ്മീഷൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് പരാതികൾ മിക്കവാറും കമ്മീഷൻ്റെ പരിഗണനയിൽ പല കേസുകളും വരാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും പരാതികൾ ഇപ്പം അവിടെ കൊടുത്തിട്ട് പരിഹരിക്കാത്ത അങ്ങനെ എന്തെങ്കിലും നമ്മുടെ പരിധിയിൽ വരുന്നുണ്ടോ? അല്ല, റെഗുലേറ്ററി കമ്മീഷൻ പരിഹരിക്കേണ്ട ചില പരാതികളുണ്ട്. ശരി. അത് ആ തരത്തിലുള്ള പരാതികളൊക്കെ റെഗുലേറ്ററി കമ്മീഷൻ തന്നെ പരിഹരിക്കണം. ശരി. കാരണം ചിലപ്പോൾ ഒരു പ്രത്യേക താരിഫ് നിർണ്ണയിക്കണം, അത് ഓംബുഡ്സ്മാന് പറ്റില്ല. കാരണം ഓംബുഡ്സ്മാന് റെഗുലേറ്ററി കമ്മീഷൻ ഇറക്കിയിട്ടുള്ള ചട്ടങ്ങൾക്കകത്ത് നിന്നുകൊണ്ടേ പരിശോധിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള ചില അത് നിയമപരമായ ചില കാര്യങ്ങളിൽ റെഗുലേറ്ററി കമ്മീഷനാണ് അത് തീരുമാനം ഫൈനലൈസ് ചെയ്യേണ്ടത്. അത്തരം കാര്യങ്ങൾ റെഗുലേറ്ററി കമ്മീഷൻ തന്നെ കൺസിഡർ ചെയ്യേണ്ടി വരും. ശരി, പരിഗണിക്കേണ്ടി വരും. നമ്മുടെ ഇപ്പം ഒരു സാധാരണ ഒരാൾക്ക് ഒരു പരാതി കൊടുക്കണം. അപ്പം ആർക്കൊക്കെ എങ്ങനെയാണ് അത് പരാതിക്കാരൻ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, അതിനുശേഷം ഓംബുഡ്സ്മാൻ്റെ അടുത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവസാനമാണ് ഒരു അപ്പീൽ അധികാരി അല്ലേ എന്നുള്ള ഒരു ഇതിനകത്താണ് ഓംബുഡ്സ്മാൻ്റെ വരുന്നത്. പക്ഷെ അതിന് മുന്നേ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇതിൽ സാധാരണ ഉപഭോക്താവ് ആരാണ് ഉപഭോക്താവ് എന്നുള്ള നിർവചനം കൃത്യമായിട്ടും ഇലക്ട്രിസിറ്റി ആക്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഉപഭോക്താവ് എന്ന് പറയുമ്പം 2-3 രീതിയിൽ ഉപഭോക്താവ്. ഒന്ന്, നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് പവർ സ്വീകരിച്ച് ഉപയോഗിക്കുന്ന ആൾ. ശരി. 2, ഈ ഒരു വ്യക്തിയുടെ വസ്തുവോ സ്ഥലമോ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പവറോ അല്ലെങ്കിൽ മറ്റ് ലൈസൻസിയുടെ പവറോ കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത്. ഇനി 2, വാലിഡായിട്ടുള്ള അപേക്ഷ, വൈദ്യുതി ലഭിക്കുന്നതിന് വേണ്ടി വാലിഡായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹവും
ഉപഭോക്താവിൻ്റെ പരിധിയിൽ വരും. പിന്നെ ഉടനെ ഡിസ്കണക്ട് ചെയ്തിട്ട് ഉടനെ ഉള്ള കാര്യത്തിനും ഈ ഉപഭോക്താവിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അതെ. ഇനി രണ്ടാമത് ഈ വോളണ്ടറി ഇലക്ട്രിസിറ്റി പിന്നെ കൺസ്യൂമേഴ്സിൻ്റെ വോളണ്ടറി ഓർഗനൈസേഷൻസ്, അവർക്ക് അവരുടെ ഓർഗനൈസേഷൻ റെപ്രസെൻ്റ് ചെയ്ത് പരാതി സമർപ്പിക്കാം. പിന്നെ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റും അവരുടെ സ്ഥാപനങ്ങളെ പ്രതിനിധീകരിച്ച്, ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനം അല്ലെങ്കിൽ ഒരു സംസ്ഥാന ഗവൺമെൻറ് സ്ഥാപനം, അവർ KSEB അല്ലെങ്കിൽ ഏത് ലൈസൻസിയായിട്ട് തർക്കങ്ങളുണ്ടെങ്കിൽ അത് അവർക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഇനി നാലാമത്, ഒരു നിയമാനുസൃതമായ ഒരു ഉപഭോക്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ അത് നിയമപ്രകാരം അനന്തരാവകാശി ആരാണോ അവർക്ക് ഇത് പരാതി സമർപ്പിക്കാവുന്നതാണ്. അതെ, ഇതാണ് നമ്മൾ അതിൽ ആ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള പരാതികൾ ആണ് സമർപ്പിക്കേണ്ടത്. അപര്യാപ്തത, സർവീസിൻ്റെ അപര്യാപ്തത, അല്ലെങ്കിൽ ഈ സമയബന്ധിതമായി സർവീസുകൾ കൊടുക്കേണ്ട കാര്യങ്ങളിൽ ആ സമയബന്ധിതമായി പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് പരിശോധിക്കാം. അത് പരിശോധിച്ചിട്ട് അവർക്ക് നഷ്ടപരിഹാരം വരുന്നത്. പിന്നെ മിക്കവാറും ഈ മീറ്ററിൻ്റെ ഇതിലൊക്കെയാണ് കുറേ പരാതികളുള്ളത്. കാരണം മീറ്റർ ഓവറായിട്ട് വരയ്ക്കില്ല, അമിതമായിട്ട് ബില്ല് തരുന്നു, അങ്ങനെയുള്ള ഒരുപാട് പരാതികൾ പൊതുവെ വരാറുണ്ട്. അപ്പോൾ എനിക്ക് കൺസ്യൂമേഴ്സിൻ്റെ പറയാനുള്ള 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഈ വൈദ്യുതി എടുത്തതിന് ഇപ്പോൾ ഒരുപാട് പരാതികൾ എനിക്ക് വന്നിട്ടുള്ള പരാതികളിൽ പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതായത് നമ്മൾ കണക്ഷൻ എടുത്തു, വീട് അടച്ചിട്ടിട്ട് നമ്മൾ വിദേശത്ത് പോയി അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും മാറി താമസിക്കുന്നു. ഇതിൻ്റെ ആ ഇൻസ്റ്റലേഷനെ കുറിച്ച് നമ്മൾ ബോധവാനമില്ല. മീറ്റർ ഇങ്ങനെ ഉപയോഗിച്ച് കറണ്ട് ചെയ്യുന്നു. പക്ഷേ കാലക്രമേണ ഇത് നമ്മൾ ആളുകൾ താമസിക്കാത്ത മറ്റു കാര്യങ്ങളും ഉണ്ടാകും. പല കാരണങ്ങൾ കൊണ്ട് ഈ വയറിങ്ങിൽ ചോർച്ചയുണ്ടായി എർത്തിലേക്ക് കറണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അത് പ്രധാനമായിട്ട് നമ്മൾ ELCB വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിനകത്തുള്ള എർത്ത് വന്നു കഴിഞ്ഞാൽ ELCB ട്രിപ്പാവും. പക്ഷേ മീറ്റർ ബോർഡിൽ നിന്ന് മെയിൻ സ്വിച്ച് വരെയുള്ള മെയിൻ ലൈനിൽ എവിടെയെങ്കിലുമൊക്കെ ലീക്കേജ് ഉണ്ടായി കഴിഞ്ഞാൽ കറണ്ട് അമിതമായിട്ട് കാണിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരാതി ഇലക്ട്രിസിറ്റി ബോർഡിൽ കൊടുക്കുക. അപ്പോൾ ആ പരാതി കൊടുക്കുമ്പോൾ അവരിത് പരിശോധിച്ചിട്ട് നമ്മളെ മീറ്റർ ടെസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടാം. കാരണം മീറ്ററിൻ്റെ തകരാറ് കൊണ്ടാണെങ്കിലും ആ മീറ്ററിൻ്റെ തകരാറാണെങ്കിൽ നമുക്ക് ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ അവർ മീറ്റർ ഇളക്കി കൊണ്ടുപോയി വേറെ മീറ്റർ വെച്ചിട്ട് മീറ്റർ ഇളക്കി കൊണ്ടുപോയി ടെസ്റ്റ് ലാബിൽ പരിശോധിക്കും. അപ്പോൾ ടെസ്റ്റ് ലാബിൽ പരിശോധിക്കുമ്പം നമ്മളുടെ സാന്നിധ്യം കൂടെ ഉണ്ടാകണം. ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ സാന്നിധ്യത്തിലായിരിക്കണം പരിശോധിക്കേണ്ടത്. അപ്പോൾ ആ പരിശോധിച്ചിട്ട് ആ റിപ്പോർട്ടിൽ മീറ്റർ പ്രവർത്തിക്കുന്നത് ശരിയായിരുന്നു എന്ന് വന്നാൽ ആരെ കുറ്റപ്പെടുത്തുക? അപ്പോൾ കൺസ്യൂമറിൻ്റെ അലംഭാവം എന്നുള്ള കാര്യം തീർച്ചയായിട്ടും അത് 2 രീതിയിൽ വരും. ഒന്ന്, ഈ ലീക്കേജ് ഉണ്ടാകുന്നത് അപകട സാധ്യതയുണ്ട്. ആരെങ്കിലും വന്ന് തൊടുകയോ തൊട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ അപകടം ഉണ്ടാകും. അപ്പോൾ നമ്മൾ വൈദ്യുതി എന്ന് പറയുന്നത് നമുക്ക് ഈ മറ്റേത് സേവന മേഖലയിലും പോലെ നമുക്ക് കാണാൻ പറ്റാത്ത കാണാൻ പറ്റാത്തൊരു പ്രതിഭാസമാണ്. പക്ഷെ ഒരുപാട് ഗുണമുണ്ട്, കാണാൻ പറ്റില്ല അത്. അപ്പം അത് മാത്രമല്ല, ആ ഉൽപ്പാദിപ്പിക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മൾ ഉപയോഗിക്കുകയും വേണം. അല്ലാതെ നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനത്തിൽ നമ്മളുടെ സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ടാണ് പ്രയോഗിക്കേണ്ടത്. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അപകടം പറ്റുന്ന ഒരു മേഖലയാണ് വൈദ്യുത മേഖല. അപ്പം സാർ പറയുന്നതനുസരിച്ച് നമ്മളുടെ വയറിങ്ങിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരുപാട് കേസുകൾ അതുപോലെ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പം വയറിങ്, അതായത് ഈ മീറ്റർ കഴിഞ്ഞിട്ട് വരുന്ന ഏരിയ, അതായത് അത് കഴിഞ്ഞാൽ മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്കുള്ള വയറിങ്ങിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, എർത്ത് ലീക്കേജ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഓവർ റീഡിങ് കാണിക്കും. അത് KSEBക്ക് നമ്മൾ തുക അടക്കാതിരിക്കാൻ പറ്റില്ല. അതേപോലെ ഇൻറ്റേർണലായിട്ടുള്ള വയറിങ്ങിലും അതുപോലെ തന്നെ എർത്ത് ഫോൾട്ട് ഉണ്ടെങ്കിലും ഈ പറഞ്ഞ വയർ അതിനൊരു പരിഹാര മാർഗമുണ്ട്. ELCB വെച്ച് കഴിഞ്ഞാൽ DB കഴിഞ്ഞിട്ടുള്ള പോർഷനിലാണെങ്കിൽ അത് ട്രിപ്പാവും. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളിലോ വയറിങ്ങിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ പരിഹരിക്കണം എന്നുള്ളതാണ് ഇപ്പം സാർ. എൻ്റെ അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ ഈ കൺസ്യൂമേഴ്സിന് പലപ്പോഴും അറിയാതെ പറ്റുന്ന കാര്യമായിരിക്കും. നമ്മൾ വീട് അടച്ചിട്ടിട്ട് വളരെ ദീർഘകാലത്തേക്ക് പുറത്തൊക്കെ പോവുകയാണെങ്കിൽ, ഇപ്പോൾ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം അല്ലെങ്കിൽ വർഷത്തിൽ ഒരു തവണ ആയിരിക്കും വന്ന് വീട് നമ്മൾ തുറക്കുക അല്ലെങ്കിൽ താമസിക്കുക എന്ന് പറയുമ്പോൾ ആ സമയത്ത് KSEBയോട്ട് അപ്ലൈ ചെയ്തിട്ട് ഡിസ്കണക്ട് ചെയ്യാനുള്ളൊരു പ്രൊവിഷനുണ്ട്. ഡിസ്കണക്ട് ചെയ്ത് വയ്ക്കാം. പക്ഷേ ഡിസ്കണക്ട് ചെയ്ത് വയ്ക്കാം, ടെമ്പററി ഡിസ്കണക്ട്. നമ്മൾ മീറ്ററിലേക്ക് കറണ്ട് വരില്ല, പക്ഷേ നമ്മളൊരു ഫിക്സഡ് ചാർജ് ഉണ്ട്, അത് അടയ്ക്കണം. കാരണം നമ്മൾ ആ കണക്ഷൻ അവിടെ തന്നെ വയ്ക്കുകയാണ്, പക്ഷേ നമുക്ക് എടുക്കുന്നില്ല എന്നതേ ഉള്ളൂ.
ആ ഒരു ഫിക്സഡ് ചാർജ് മാത്രം അടച്ചാൽ മീറ്റർ റെന്റും മീറ്റർ ഉണ്ട്, അത് മാത്രം അടച്ചാൽ മതി. അത് അടച്ചു കഴിഞ്ഞാൽ എത്ര നാളത്തേക്ക് നമ്മൾ ഡിസ്കണക്ട് ചെയ്യണം അത്രയും നാൾ ഡിസ്കണക്ട് ചെയ്ത് വയ്ക്കാം. പിന്നെ റീകണക്ട് ചെയ്യാൻ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം റീകണക്ട് ചെയ്യണമെന്നാണ് നിയമം പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ എർത്ത് ഫാൾട്ട് പോലുള്ള അമിതമായി റീഡ് ചെയ്യുന്നത് പോലുള്ള ചിലപ്പം ഈ ഇടിമിന്നലേറ്റ് മീറ്റർ ലൈൻ തകരാറായി കഴിഞ്ഞാലും എർത്തിലൂടെ കറണ്ട് ഒരുപാട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ KSEB ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് ടെമ്പററി ഡിസ്കണക്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളപ്പോൾ നേരത്തെ ഒരു ദിവസത്തിൻ്റെ ഇതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ ഒന്ന് റീകണക്ട് ചെയ്ത്. പിന്നെ ഒന്ന് ചോദിച്ചോട്ടെ, ഇപ്പം മിക്കവാറും കണക്ഷൻ പോയി, ഇപ്പോൾ കംപ്ലൈൻറ്റ് നമ്മൾ KSEBയിൽ വിളിച്ച് പറഞ്ഞ് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ റെക്കോർഡിക്കലായി. അപ്പോൾ അത് കഴിഞ്ഞാൽ എത്ര സമയത്തിനുള്ളിൽ KSEB അത് ഓരോ മേഖലകളിലും പ്രത്യേകം സമയം വെച്ചിട്ടുണ്ട്. അതായത് നഗര പരിധിയിൽ ഇത്ര ദിവസത്തിനകം, അത് ഓരോ ഫാൾട്ടിനും, അതായത് ഓരോ തകരാറിനും അനുസരിച്ച് പിന്നെ സമയം പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ട്രാൻസ്ഫോമറിനൊക്കെ കേടായി കഴിഞ്ഞാൽ അതിൻ്റെ സമയപരിധി എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കുക എന്നുള്ളതാണ്. കാരണം സ്റ്റാൻഡ് ബൈ ട്രാൻസ്ഫോമർ ഉണ്ടെങ്കിൽ മിക്കവാറും ഒരു ദിവസം 2 ദിവസത്തിനും തന്നെ അതിനെന്തൊരു അലംഭാവം വന്നിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കും അല്ലേ? ശരി. അപ്പം ചെറിയ കേസുകളൊക്കെ ആണെങ്കിൽ അപ്പോൾ തന്നെ തീർക്കാവുന്നതാണ്. നമുക്കൊരു നമ്മളെ സർവീസ് കണക്ഷൻ എന്തെങ്കിലും പ്രശ്നമാണ്, അപ്പോൾ പെട്ടെന്ന് തന്നെ പരിഹരിക്കാന്നുള്ളതേ ഉള്ളൂ. പിന്നെ എവിടെയെങ്കിലും ലൈനിൽ എന്തെങ്കിലും കാക്ക വീണിട്ട് അത് ഷോർട്ടായി ഫ്യൂസ് പോവുകയോ അങ്ങനെയൊക്കെ വരണമെങ്കിൽ അവർ പെട്ടെന്ന് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. പക്ഷേ 11 kV ലൈനിലൊക്കെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ രാത്രിയൊക്കെ അവർ കയറുന്നത് വളരെ അപകടകരമാണ്. അപ്പോൾ അങ്ങനെ എവിടെയെങ്കിലും ലൈൻ ടച്ച് ചെയ്തൊക്കെ കിടക്കുകയാണെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. പക്ഷേ എന്നാലും ഇവർ പതിവായിട്ട് തന്നെ ഈ മരങ്ങളും ടച്ചിങ്സും മാറ്റണമെന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. കാരണം ഈ ലൈനെല്ലാം എപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ്. ഏതായാലും ഇപ്പോൾ KSEBയുടെ ഭാഗത്തുനിന്ന് കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. ABC കേബിളുകളാക്കുന്നു, ഓപ്പൺ ആയിട്ടുള്ള കേബിളുകൾ OHC കേബിളുകളൊക്കെ മാറ്റിയിട്ട് ABC കേബിളും അണ്ടർഗ്രൗണ്ട് കേബിളുകളൊക്കെ ആക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഉള്ള കംപ്ലൈൻറ്റുകൾ ഇപ്പം നിലവിലുള്ളതിൻ്റെ ഒരു 20% കുറഞ്ഞു എന്നുള്ളതാണ്. അല്ല, കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട്. കാരണം ഈ ചിലയിടത്തൊക്കെ മറ്റു പലയിടത്തും ഈ പെരുമാറ്റങ്ങൾ കൊണ്ടുള്ള അല്ലെങ്കിൽ സംസാരങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് കൂടുതലും വരുന്നത്. ഈ സെക്ഷൻ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്ന് സെക്ഷനിലിരിക്കുന്ന താഴെയുള്ള സ്റ്റാഫൊക്കെ ചിലപ്പോൾ മോശമായിട്ടായിരിക്കും ഇവരുമായിട്ട് പെരുമാറുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ അവർക്ക് അപ്പം തന്നെ സെക്ഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറെ നേരിട്ട് കാണാം, അല്ലെങ്കിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവിനെ നേരിട്ട് കണ്ട് പരാതി ബോധിപ്പിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഇങ്ങനെയൊക്കെയുള്ള പരാതികളും വരാറുണ്ട്. കാരണം അവരുടെ പെരുമാറ്റം ശരിയല്ല എന്നുള്ള രീതിയിൽ. തീർച്ചയായും ചിലപ്പോൾ വീട്ടിൽ പ്രായമായ ആൾക്കാരുണ്ട്, എന്തെങ്കിലും അസുഖബാധിതരായിട്ട് എന്തെങ്കിലും ഇലക്ട്രിസിറ്റി ഇല്ലാതെ വന്ന ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഉപഭോക്താക്കൾക്ക് കാര്യം കറക്റ്റ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകുന്നതേ ഉള്ളൂ. അവരത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പം എനിക്ക് തന്നെ ശരിക്കും അറിയില്ല. കാരണം എല്ലാ ഇലക്ട്രിക്കൽ സെക്ഷനിലും പരാതി പരിഹാര സംവിധാനത്തിൻ്റെ ടെലിഫോൺ നമ്പർ വെച്ചിട്ടുണ്ട്. CGRFൻ്റെയും ഓംബുഡ്സ്മാൻ്റെയൊക്കെ ടെലിഫോൺ നമ്പർ അവിടെ വച്ചിട്ടുണ്ട്. CGRFൻ്റെ ലാൻഡ് ലൈൻ നമ്പറാണ് വെച്ചത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഓംബുഡ്സ്മാൻ്റെ ടെലിഫോൺ നമ്പർ എല്ലാ സെക്ഷൻ ഓഫീസിലും ഉണ്ട്. പക്ഷേ അപ്പം സ്വാഭാവികമായിട്ടും ഒരു കൺസ്യൂമർ വിചാരിക്കണം എന്താണ്, എന്നാൽ ഇപ്പോൾ പ്രത്യേകത്തിന് വിളിച്ചാൽ ഇപ്പോൾ പരാതിക്ക് പരിഹാരം ഉണ്ടാവുമെന്നുള്ള. പക്ഷേ എന്നെ വിളിക്കുമ്പോൾ ഞാൻ കാര്യങ്ങൾ അത് അന്വേഷിച്ചിട്ട് എന്താണ് അതിൻ്റെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ ആരെ നിങ്ങൾ പിന്നെ സമീപിക്കണം എന്നുള്ള കാര്യം ഡയറക്റ്റ് ചെയ്ത് കൊടുക്കും അവർക്ക്. ശരി. പക്ഷേ എനിക്ക് പെട്ടെന്ന് അത് വിളിച്ച് പറഞ്ഞ് ചെയ്യാനുള്ളതല്ല. അപ്പോൾ എങ്ങനെയാണ് അത് പരിഹരിക്കേണ്ടത്, നിങ്ങൾ ആരെ കാണും, അതിനുള്ള മാർഗം പറഞ്ഞത്. അത് മാത്രമേ എനിക്ക് ആ പരാതിയിൽ ചെയ്യാൻ പറ്റൂ. മറ്റേത് ഒരു ജുഡീഷ്യൽ സംവിധാനമാണ്. കാരണം കൺസ്യൂമർ, നമ്മൾ ഓരോരുത്തരും കൺസ്യൂമറിന്റെ ഭാഗത്ത് നമ്മൾ ചിന്തിക്കണം. അവർക്ക് ചില പല വർഷം ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവും. അപ്പൊ അവര് രണ്ടുപേരുടെ ഭാഗത്തുണ്ടാവും. രാത്രികാലങ്ങളിലേക്ക് പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ അവർക്കും ടെൻഷൻ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് നമ്മൾ ഒരു കാര്യം എന്താണ് പ്രശ്നം എന്ന് പറയും. ഇപ്പം ഞാനിപ്പോൾ ഇവിടെയൊക്കെ എൻ്റെ വീട്ടിൽ തന്നെ സപ്ലൈ പോകും. അല്ല, പലപ്പോഴും അപ്പോൾ 1-2 തവണ കുറേ ഡ്യൂറേഷനിൽ സപ്ലൈ പോയി. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാറേ 11 kV ലൈനിൻ്റെ ഒരു മെയിൻ ഫോൾട്ട് എവിടെയുണ്ട്, ഞങ്ങൾ പലയിടത്തും അറ്റൻഡ് ചെയ്തിട്ട് കിട്ടിയിട്ടില്ല, രാത്രി മഴയും കൂടെയാണ് സാറേ, എവിടെയെങ്കിലും എർത്ത് ഫോൾട്ട് വന്നാൽ കുഴപ്പമില്ല നിങ്ങൾ. അപ്പം നമുക്ക് മനസ്സിലാക്കണം 11 kV ലൈനിൽ ഒരു ലൈൻമാനെ കയറ്റി പിന്നെ ആ സമയത്ത് ഒക്കെ ചെയ്യുമ്പോൾ അതിനുള്ള റിസ്ക്കും കൂടെ നമ്മൾ ആലോചിക്കണം. തീർച്ചയായിട്ടും. പക്ഷെ എന്നാലും ചെയ്യേണ്ട കാര്യങ്ങൾ മാക്സിമം പരമാവധി ചെയ്യുക എന്നുള്ളതാണ്. കാരണം KSEBക്കുള്ള വരുമാനം എന്ന് പറയുന്നത് എത്രത്തോളം പവർ വിറ്റാൽ
കിട്ടുന്ന വരുമാനമാണ് അവരുടെ വരുമാനം. അതെ, മനസ്സിലായില്ലേ? അപ്പോൾ അത്രത്തെ ഒരു ലൈൻ ഓഫായി കിടന്നു കഴിഞ്ഞാൽ അത്രയും നാളും പവർ പോയില്ലല്ലോ. ക്വാണ്ടിറ്റി അവർക്ക് കുറഞ്ഞു. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പവർ ശരിയാക്കി കൊടുത്ത് അവർക്ക് കൂടുതൽ പവർ സെല്ല് ചെയ്യാനാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ അതിനാണ് അവരും ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് നിസാറിന് പറയാനുള്ളത്, പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ നല്ല കാര്യങ്ങളാണ്. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഓംബുഡ്സ്മാൻ്റെ അടുത്ത് ഏതൊക്കെ തരത്തിലുള്ള പരാതികളാണ്, പരാതിപ്പെടാൻ ഏതൊക്കെയാണ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അതും ആദ്യം ചെയ്യേണ്ടത് എന്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മുടെ പിന്നെ എനിക്ക് ഏറ്റവും പറയാനുള്ള, ഈ വൈദ്യുതി വളരെ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കുക. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുമ്പോഴും ELCB ഒരു കാരണവശാലും ഓഫ് ചെയ്തിടുകയോ, പിന്നെ അത് സർക്യൂട്ട് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കുക. കാരണം അത് വളരെ നമ്മളെ മനുഷ്യനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതായത് നമ്മുടെ ശരീരത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന കറണ്ട് എന്ന് പറയുന്നത് ഒരു 30 മില്ലി ആംപിയറിനും 40-50 മില്ലി ആംപിയറിനും താഴെയാണ്. അതെ. അപ്പോൾ ഈ വീട്ടിലുള്ള ELCB എല്ലായ്പ്പോഴും സെറ്റ് ചെയ്തിരിക്കുന്നത് 30 മില്ലി ആംപിയറിലായിരിക്കും. അപ്പം നമ്മൾ പെട്ടെന്ന് തൊടുമ്പോൾ നമ്മളെ ശരീരത്തിലൂടെ ഈ 30 മില്ലി ആംപിയറിൽ ഒരു കറണ്ട് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ELCB ട്രിപ്പ് ആവും. അപ്പം അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം. അപ്പം അത് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കുക. പിന്നെ ഈ അലസമായിട്ട് പിന്നെ ഈ നമ്മളുടെ മീറ്ററും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ സംവിധാനം ഒഴിവാക്കാതെ, പിന്നെ നമ്മൾ ആവശ്യത്തിന് മാത്രം. എനിക്ക് ഏറ്റവും അത്യാവശ്യം പറയാനുള്ള എനർജി വളരെ അമൂല്യമാണ്. പവർ എന്ന് പറയുന്നത് വളരെ അമൂല്യമാണ്. ഏറ്റവും പിന്നെ വളരെ അത്യാവശ്യത്തിന് വേണ്ടി മാത്രം നമ്മൾ എനർജി ഉപയോഗിക്കുക. ആവശ്യമില്ലാത്ത ഘട്ടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളെല്ലാം ഓഫ് ചെയ്ത് വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ പീക്ക് ടൈമിൽ, അതായത് പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ അതെ, പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം 6 മണി മുതൽ 10 മണി വരെയുള്ള സമയത്ത്, ആ സമയത്ത് പവർ കൺസ്യൂം ചെയ്യുന്ന മറ്റു ചില ഉപകരണങ്ങൾ, ഈ തേക്കുക, പമ്പ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുക. ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ വൈദ്യുതി സംരക്ഷണവും കൂടെ നമ്മളെ ഒരു ഉത്തരവാദിത്വമായിട്ട് കണക്കാക്കി ഉപയോഗിക്കുമ്പോൾ, കാരണം ഇന്നത്തെ ജീവിതത്തിൽ നമുക്ക് വൈദ്യുതി ഇല്ലാതെ ഒരിക്കലും ജീവിക്കാം. ഒരു മണിക്കൂർ പോലും നമുക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത്ര അമൂല്യമായ വൈദ്യുതിയെ വളരെ പാഴാക്കാതിരിക്കുക, സുരക്ഷിതമായിട്ട് ഉപയോഗിക്കുക. പരാതികളും ആക്ഷേപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സാറ് പറഞ്ഞതുപോലെ കൃത്യമായി ഓംബുഡ്സ്മാൻ്റെ അടുത്ത് പരിഹരിക്കേണ്ടതാണെങ്കിൽ അതെങ്ങനെയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതാത് സെക്ഷനുകളിൽ ചിലപ്പം പരിഹരിക്കാവുന്ന കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളത് നേരത്തെ മുൻകൂട്ടിയൊക്കെ അറിയുകയാണെങ്കിൽ, നിയമവശങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ സുരക്ഷയുടെ കാര്യത്തിൽ നമ്മുടെ സുരക്ഷയാണ് നമുക്ക് പ്രധാനം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ, അപ്പോൾ ELCB ഉൾപ്പെടെ ഉള്ളതെല്ലാം സുരക്ഷിതമായിട്ട് അത് കൃത്യമായും വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. ഇതുപോലുള്ള പരാതികളെന്നുണ്ടെങ്കിൽ സാറിനെ പോലെയുള്ളവരെ സമീപിക്കുക. എപ്പോഴും അവർ നല്ല സേവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. അപ്പോൾ ചില സംസാരത്തിലൊക്കെ ചിലപ്പം ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നൊക്കെ ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. അതൊക്കെ തിരുത്തിയും അതുപോലെ നമ്മളുടെ ഭാഗത്തുനിന്നും അവരുടെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കി, ഈ മഴയത്തും ഒക്കെ നമ്മളെപ്പോലെ തന്നെയുള്ള ജീവനാണ്, നമ്മളെപ്പോലെ തന്നെ ഉള്ള കുടുംബമായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അപ്പം എല്ലാവരും അങ്ങോട്ട് മനുഷ്യനായി കണ്ടുകൊണ്ട് ഈ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച്, അതുപോലെ നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് അല്ലേ, അങ്ങനെയൊക്കെ പോവുക. അങ്ങനെ പ്രശ്നങ്ങളൊന്നും അധികം ഇല്ലാതെ വളരെ സന്തോഷമായിട്ട് കഴിയാനായിട്ട് നമുക്ക് കഴിയണം. ഏതായാലും സാറ് ഒരുപാട് നല്ല കാര്യങ്ങളാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നൽകിയത്. വളരെ നന്ദി പ്രതികരിച്ചതിന്. താങ്ക് യു സാർ. എന്തായാലും പ്രത്യേകം നന്ദി. നന്മ 24-ന് പ്രത്യേകം നന്ദി. ഇത് ജനങ്ങളിൽ എത്തിക്കുമ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചൊരു ചെറിയൊരു അവബോധം ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ അതിലാണ് ഞാൻ അർത്ഥരാകുന്നത്.